ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏതോ ജന്മകൽപ്പനയുടെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അതായത് സീരിയൽ തീരുമ്പോൾ കാണിക്കുന്ന ആ പ്രൊമോയുടെയും പിന്നെ യൂട്യൂബിൽ അവർ ഇട്ട വീക്കെൻഡ് പ്രൊമോയുടെയും കൂടെ ഒരുമിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഫോട്ടോസ് കാണും ഇതിൽ. അതിൽ നിന്ന് കാണിക്കുന്നത് ശ്രുതി ഉറങ്ങാനായിട്ട് റൂമിലേക്ക് വന്ന സമയത്ത് ശ്രുതി കല്യാണം കഴിച്ച് അശ്വിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അശ്വിൻ്റെ റൂം ഇരുന്ന പോലെ കറക്റ്റ് സെറ്റിങ്സിലായിരിക്കും ശ്രുതിയുടെ റൂം ഇരിക്കുന്നത്. അത് കാണുമ്പോൾ ശ്രുതിക്ക് എന്തോ പോലെയാവും. ശ്രുതി നോക്കുമ്പോൾ ടേബിളിലൊക്കെ അശ്വിൻ്റെ ടേബിൾ പോലെ ലാപ്ടോപ്പ് മാത്രം, വേറെ ഒരു ഐറ്റംസോ ഒന്നുമില്ല. ഇതൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം. ശ്രുതി പറയും, ഓഹോ എൻ്റെ റൂം നിങ്ങളുടെ റൂം പോലെ ആക്കിയല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ മനസ്സ് വിചാരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിന്നെ അശ്വിനും ശ്രുതിയും റൂമിൽ നിൽക്കുന്ന സമയത്ത് അശ്വിൻ AC ഇടുന്നതാണ്. AC ഇടുന്ന സമയത്ത് ആ ഒരു ഏരിയയിലെന്ന് പറയുമ്പോൾ ഇത്ര വോൾട്ടേജ് കൂടുതൽ കറണ്ട് ഓരോ വീടുകളിലും എടുക്കാവും, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അശ്വിൻ ഈ AC ഇടുമ്പോൾ ഓവർലോഡാവും. അങ്ങനെ ഓവർലോഡ് ആയതുകൊണ്ട് ആ പരിസരത്തുള്ള എല്ലാ വീടുകളിലും കറണ്ട് കട്ടായി പോയതിൻ്റെ മുന്നോടിയായിട്ട് അയൽവക്കത്തുള്ള എല്ലാ ആൾക്കാരും ശ്രുതിയുടെ വീട്ടിന് മുന്നേ വന്നിട്ട് പറയും, നിങ്ങളുടെ വീട്ടിൽ AC ഇട്ടുകൊണ്ടാണ് ഞങ്ങളുടെ കറണ്ട് പോയതെന്ന്. അപ്പോൾ അശ്വിൻ അവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, എൻ്റെ തെറ്റാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്തായാലും തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് അവർ. കഴിഞ്ഞ് ശ്രുതി അടുത്ത് നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് ഒരു AC കാരണം ഇവിടെ ഉള്ളവർക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, ഇപ്പോൾ നാട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, എനിക്കൊന്ന് കാണണം ഇന്ന് എങ്ങനെ സാർ ഉറങ്ങുമെന്ന്. രാത്രി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ജനലൊക്കെ തുറന്നിടും. ആ സമയത്ത് കൊതുകുകൾ വരും. അപ്പം ആണെങ്കിൽ ഈ ശ്രുതി ഒരു കൊതുകിനെ അടിക്കുന്ന ബാറ്റും കൊണ്ട് പോകുമെങ്കിലും അതിൽ ചാർജ് തരും. അങ്ങനെ പിന്നെ അശ്വിൻ ഇങ്ങനെ കൈ വെച്ച് അടിച്ചടിച്ച് കുറേ നേരം കഴിയുമ്പോൾ അശ്വിൻ അവശനാവും. അങ്ങനെ അശ്വിൻ പിന്നെ ബെഡിലോട്ട് കയറി കിടക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി അടുത്ത് കിടക്കുന്ന അശ്വിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അശ്വിനാണെങ്കിൽ പുറം ചെരിഞ്ഞ ഒരു സൈഡിലേക്ക്, ശ്രുതി വേറെ ഒരു സൈഡിലേക്കായിട്ട് കിടക്കും. പക്ഷേ കുറേ രാത്രി ആകുമ്പോഴത്തേക്ക് ശ്രുതി ഉറങ്ങിപ്പോവും. അങ്ങനെ അശ്വിൻ്റെ അടുത്തേക്ക് വന്ന് കിടക്കും. എന്നിട്ട് നല്ല ഉറക്കമാവുന്ന സമയത്ത് ശ്രുതി അറിയാതെ അങ്ങ് അശ്വിനെ ചവിട്ടുന്ന സമയത്ത് അശ്വിനാണെങ്കിൽ താഴെ വീഴുന്നുണ്ട്. എന്നിട്ട് പിന്നീട് രാവിലെ അശ്വിൻ പറയുന്നുണ്ട്, മനുഷ്യനെ ഒരുപോലെ കണ്ണടയ്ക്കാൻ പോലും നീ സമ്മതിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണോ കിടന്നുറങ്ങുന്നതെന്ന്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, അതിന് ഞാൻ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയോ, ഭാര്യയും ഭർത്താവ് എന്തെങ്കിലും ബെഡിൽ കിടന്നാലില്ലേ ഒരുമിച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ എന്തോന്ന്, അപ്പോൾ അതെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ബെഡിൽ കിടന്നാലല്ലേ അതൊക്കെ അറിയൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ശ്രുതി അശ്വിനും റോട്ടിൽ കൂടെ ഇങ്ങനെ പോവുമായിരിക്കും. അശ്വിൻ ജോഗിങ് ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പയ്യന്മാരെ കാണുമ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ അവരുടെ മുന്നിൽ അശ്വിനായിട്ട് പണി കൊടുക്കാൻ വേണ്ടി അശ്വിനെ പൊക്കിയെടുക്കും. ഇദ്ദേഹം നല്ല രീതിയിൽ പുഷപ്പൊക്കെ ചെയ്യും എന്ന് പറയും. അപ്പോൾ ആ ആൺപിള്ളേർ പറയും, എന്നാൽ ഒന്ന് ചെയ്ത് കാണിക്കുമോ ചേട്ടാ എന്ന് പറയും. അപ്പോൾ അശ്വിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അവസാനം എണ്ണുന്ന ആളുടെ ശ്വാസം നിലയ്ക്കുന്ന അത്രയും നേരം അശ്വിൻ ചെയ്യുന്നുണ്ട്. അത് അശ്വിനെ മനഃപൂർവ്വം ബാത്റൂമിൽ കയറ്റാതെയിരിക്കും. വെള്ളം തീരുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേയൊക്കെ ആയിരിക്കും അശ്വിനെ ബാത്റൂമിൽ കയറ്റുന്നത്. അതുവരെ ശ്രുതി ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അമ്മായിയുടെയൊക്കെ കുറേ തുണി അവിടെ ഇരിക്കും, അതൊക്കെ എടുത്ത് മാറ്റി, പിന്നെ അശ്വിൻ്റെ കുറേ തുണി കൊണ്ട് വിരിപ്പിച്ച് അങ്ങനെയൊക്കെ കുറേ സമയം കളഞ്ഞ് കറക്റ്റ് 10 മിനിറ്റ് ഉള്ളപ്പോൾ അശ്വിനും ബാത്റൂമിൽ കയറ്റും. അങ്ങനെ അശ്വിൻ ബാത്റൂമിൽ കയറി സോപ്പൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം തരും. അങ്ങനെ ശ്രുതി എന്ന് വിളിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അശ്വിൻ്റെ അടുത്ത് പറയും, എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അശ്വിൻ പറയും, ശ്രുതി ഞാൻ വാഷ്റൂമിൽ കയറുന്ന ഒരു വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ വെള്ളം നിന്നു. അപ്പോൾ ശ്രുതി പറയും, അയ്യോ വെള്ളം നിന്നു, ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അശ്വിനെയും പിടിച്ചുകൊണ്ട് അവിടെ ഉള്ളൊരു പഞ്ചായത്ത് പൈപ്പിൻ്റെ അവിടെ കൊണ്ടു നിർത്തി അശ്വിൻ്റെ മുഖത്തോട്ടൊക്കെ വെള്ളം ഒഴിക്കും. അങ്ങനെ മുഖത്തൊക്കെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴാണ് അശ്വിൻ കാണുന്നത് ഇവിടെ ഇത് ആൾക്കാരുടെ ഇടയിലാണ് അശ്വിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന്. അശ്വിനാണെങ്കിൽ നാണക്കേടും അതിലുപരി ദേഷ്യമാണ് ശ്രുതിയെടുത്ത് തോന്നുന്നത്. എന്നിട്ട് അശ്വിൻ ദേഷ്യത്തോടെ ശ്രുതിയെ നോക്കും. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ നിൽക്കും. അപ്പോൾ ഇതാണ് പ്രൊമോയുടെ അവസാനം. അപ്പോൾ അടുത്ത ആഴ്ച അടിപൊളി എപ്പിസോഡുകളാണ് വരുന്നത്. എല്ലാവരും മിസ്സാക്കാതെ കാണണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.